നമസ്കാരം. ഇന്നിപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്നാണെന്നറിയാവോ? നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും ഓരോരോ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും വലിയ പ്രശ്നങ്ങളുള്ളവരുണ്ട്, കൊച്ചു പ്രശ്നങ്ങളുള്ളവരുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്നത് അതല്ലേ. പക്ഷേ നമ്മൾ പലരും എന്ത് കാണിക്കും? അതൊന്നും ആരോടും പറയുകയില്ല. നമ്മൾ പോയി ആത്മഹത്യയായി അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വിഷം കഴിക്കലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ തൂങ്ങി മരിക്കലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യും. ഇതിന് വല്ല കാരണമുണ്ടോ? ഇല്ലേ? ഒരു കാരണമില്ലാത്ത കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നി. ഇന്നിപ്പം ഞാൻ പറയാൻ ഇത് കാരണമായത്, എനിക്കറിയാവുന്ന ഒരു പയ്യൻ ഇന്നിപ്പം ആത്മഹത്യ ചെയ്തേക്കുവാണ്. അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അവൻ എന്തിനാ ആത്മഹത്യ ചെയ്തെന്ന് അറിയത്തില്ല. അവൻ ഇവിടെ എങ്ങും അല്ല പോയി ആത്മഹത്യ ചെയ്ത, കോയമ്പത്തൂർ പോയി അവൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയും. കുറച്ച് ദിവസങ്ങളായി ആത്മഹത്യ ചെയ്തിട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കോയമ്പത്തൂർക്ക് പോകാമെന്ന് പറഞ്ഞ് പോയി എന്ന് പറയുന്നു. അവൻ്റെ ഭാര്യയുണ്ട്, ഒരു പാവം പെങ്കൊച്ച്. എന്താ ചെയ്യുക? അത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും വിളിച്ചിട്ടുണ്ട് ഓടി വരുന്ന ഒരു പയ്യനായിരുന്നു കേട്ടോ. എനിക്കറിയാവുന്നതായിരുന്നു. എന്തോ ആകട്ടെ, അതങ്ങനെ. ഞാനൊരു കഥ പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാട്ടെ ഈ കഥ. ഒരു നല്ല ആരോഗ്യമുള്ള ഒരാൾ വനങ്ങളും കാടുകളും ഒക്കെ കാണാൻ പോകാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അയാളിങ്ങനെ യാത്ര പോവുകയായിരുന്നു. അപ്പം അയാളോട് നാട്ടിലുള്ളൊരു മുതിർന്ന ആൾ പറഞ്ഞു, ഈ വനത്തിലേക്കൊക്കെ പോകുമ്പം അവിടെ ഒരു കുള്ളനുണ്ട്, അവൻ നിന്നെ ആക്രമിക്കും, അവനെ കൊന്നാൽ മാത്രമേ നിനക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, സാരമില്ല എന്ന് പറഞ്ഞ് അയാളങ്ങ് പോയി. അവിടെ ചെന്നപ്പോൾ ഇയാൾ കൃത്യസമയത്ത് കുള്ളനെ കണ്ടു. കുള്ളൻ ഇയാളുമായിട്ട് കുറേ വാക്ക് തർക്കം ഉണ്ടായി. കുള്ളനെ തോപ്പിച്ചു മുന്നോട്ട് പോയി. അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചങ്ങ് പോയി. കുറച്ചുകൂടെ ഉൾവനത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഈ കുള്ളൻ ഇരട്ടിയായിട്ട് വലിപ്പമുള്ള ഒരാളായിട്ട് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴത്തേനും ഇയാളുമായിട്ട് വാക്ക് തർക്കമായി. അപ്പോഴും അയാൾ കുള്ളനെ തോപ്പിച്ചു. അത് കഴിഞ്ഞ് കുറേയൂടെ ഉൾവനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും കുള്ളൻ 4 ഇരട്ടിയുള്ള ഒരു ഭീകര രൂപമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അപ്പം ഇയാളുമായിട്ട് യുദ്ധം ചെയ്തു. ഇയാൾ തോക്കുമെന്നുള്ള അവസ്ഥയിൽ വന്നു. എങ്കിലും ഇയാൾ തോപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ മനസ്സിൽ വിചാരിച്ചു, ഇയാളെ കൊന്നില്ലെങ്കിൽ എൻ്റെ ജീവനും കൊണ്ടേ ഈ കുള്ളൻ പോവുകയുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ ആ കുള്ളനെ കൊന്നു. കുള്ളൻ അന്ന് വലിയ ഭീകര ജീവിയായി. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും കുഞ്ഞു പ്രശ്നങ്ങളെ ഉള്ളായിരിക്കും. പക്ഷേ അത് നമ്മളിങ്ങനെ അതും പിന്നെയും മനസ്സിലിട്ട് അതിനെ പെരുക്കി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ പലതും വരാമെന്നേ. അപമാനങ്ങൾ വരാം, മക്കൾ ഒളിച്ചോടിപ്പോവാം, മക്കളുടെ പേരുദോഷം ഉണ്ടാകാം, ഭർത്താവ്, ഭാര്യ, മാതാപിതാക്കൾ, അല്ലെങ്കിൽ പുറമേ നിന്നുള്ള സുഹൃത്തുക്കളിൽ നിന്ന് എല്ലാം നമുക്ക് പലതരത്തിലുള്ള പേരുദോഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളോ, ബാങ്ക് ജപ്തി, കടബാധ്യത എന്ന് വേണ്ട എല്ലാ സൈസ് അപമാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാം. പക്ഷെ നമ്മളൊന്നെങ്കിൽ അത് ആരോടെങ്കിലും ഒന്ന് പറയുക. നമുക്ക് ഏറ്റവും അടുത്ത് ഇഷ്ടമുള്ളവരോട്, പ്രിയപ്പെട്ടവരോട് പറയുക. അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണാൻ നമ്മൾ മുൻകൈ എടുത്ത് നമ്മൾ തന്നെ ഒരു പരിഹാരം കാണുക. ഞാൻ കേട്ടിട്ടുള്ളത്, നമ്മുടെ മനസ്സിലേക്ക് 10 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. അതിനകത്ത് ഒരു ഉത്തരം തിരഞ്ഞെടുത്താൽ മതി എന്നാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യണം എന്ന് നമ്മുടെ മനസ്സിനോട് ചോദിച്ചാൽ നമ്മുടെ മനസ്സ് അതിന് മറുപടി പറയും. അത് കേൾക്കാൻ നമ്മൾ മനസ്സില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഓരോ തെറ്റുകളിലേക്ക് ചെന്ന് ചാടുന്നത്. ഇങ്ങനെയുള്ള ഒരു പൊട്ട തീരുമാനത്തിലേക്ക് ചെന്ന് ചാടുന്നത്. നമ്മുടെ മനസ്സിലോട് തന്നെ ചോദിക്കുക, ഞാനിത് എന്താണ് ചെയ്യേണ്ടത് എന്ന്. അതല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സമവായത്തിലൂടെ അത് പരിഹരിക്കുന്നത്. ചർച്ചകൾ ചെയ്ത് നാട്ടിൻപുറത്ത് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനോ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അത് പരിഹരിക്കുന്നത് നമുക്ക് കാണാമല്ലേ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ചർച്ച ചെയ്ത് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അതിന് നമ്മൾ തയ്യാറാകാത്തപ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത്. നമ്മൾ ചർച്ച ചെയ്യുക, മറ്റുള്ളവരോട് ആലോചിച്ച് നോക്കാൻ പറ്റുമെങ്കിൽ ആലോചിച്ച് നോക്കുക, എന്നിട്ടൊരു തീരുമാനം കണ്ടെത്തുക. എടുത്തു ചാടി ഒന്നും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യരുത്. കടബാധ്യത ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ലെന്നേ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാം നമുക്ക് പൊക്കോട്ടെ, നമ്മുടെ സ്വത്തുക്കൾ പൊക്കോട്ടെ, നമ്മുടെ മാനം പൊക്കോട്ടെ, നമുക്ക് ഭാര്യ, ഭർത്താവ് എല്ലാം പൊക്കോട്ടെ, നമുക്ക് പിന്നെ ഈ ലോകത്ത് നമുക്ക് ധൈര്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്നേ. നമുക്കൊരു കോൺഫിഡൻസ് മനസ്സിനെ പാകപ്പെടുത്തിയാൽ മാത്രം മതി. എല്ലാം പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണമെങ്കിൽ പറ്റും. പോയവർ നമ്മൾ നല്ല നിലയിലാകുമ്പോൾ തിരിച്ചു വരും, അത് ഉറപ്പായ കാര്യമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഈ പ്രായത്തിനിടയ്ക്ക് വന്നു പോയവരാണ്. ഇനി വരില്ല എന്ന് ഉറപ്പൊന്നുമില്ല. നമ്മൾ സൂക്ഷിച്ചും കണ്ട് ജീവിച്ചാൽ മാത്രം മതി. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചാൽ മാത്രം മതി.
അതല്ലാണ്ട് ആത്മഹത്യയോ അല്ലെങ്കിൽ എന്നാ പറയുക, ഇതൊന്നും ഒരു പരിഹാരമല്ല. നമുക്ക് ഓർത്ത് നോക്കിയേ, നമ്മൾ എന്ത് കൊടുക്കുന്നു അത് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ കരുതില്ലേ, അതുപോലെയാണ് നമ്മൾ ഈ ആത്മഹത്യ കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് അവർ സന്തോഷിച്ച് നടക്കും. പിന്നെ അവർക്കും ദുഃഖമായിരിക്കാം, എങ്കിലും നമ്മൾ കൊടുക്കും പോലെ ഇരിക്കും ഇല്ലേ. നമ്മൾ നല്ലത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ അത് ഉദ്ദേശിച്ചല്ല നമ്മൾ ആത്മഹത്യ ചെയ്യുന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് ഞാൻ തെറ്റായൊരു മെസ്സേജായിരുന്നു പറഞ്ഞെന്ന് തോന്നുന്നു. നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ആത്മഹത്യ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജീവിതത്തിൽ ആ ആത്മഹത്യകൾ മാത്രമേ വരികയുള്ളൂ. നമുക്കത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വരികയുള്ളൂ. അല്ലാണ്ട് നമ്മൾ എന്താണോ നല്ലത് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കും. അത് നമ്മുടെ മക്കളാണെങ്കിലും നമുക്കാണെങ്കിലും എപ്പോഴും ചിന്തിക്കുക, ആരും നമ്മുടെ കൂടെ ഈ ലോകത്തിലേക്ക് വന്നത് നമ്മൾ തനിച്ചാണ്, നമ്മളാണ് ഈ ലോകത്തിൽ നിന്ന് തനിച്ചാണ് പോകുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെയുള്ള ദുഷിച്ച ചിന്തകൾ ചിന്തിക്കുന്നത്? നമുക്ക് ചിലപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ പരിഹാരം കണ്ടെത്താവുന്ന ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ നമ്മളത് ചിന്തിക്കില്ല. നമ്മളത് എങ്ങനെയാണോ വലുതാക്കി ചിന്തിച്ച് മനസ്സിലിട്ട് അതിനെ വല്ലാതെ ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ഓർത്ത് നോക്കി, ഇച്ചിരിയോടെ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ജീവിതത്തിലെല്ലാം നേടിയെടുക്കാൻ സാധിക്കും ഇല്ലേ. എല്ലാം പോയിക്കോട്ടെ, ഒന്നെന്ന് തുടങ്ങിക്കോ. പക്ഷേ നമ്മൾ ആത്മഹത്യയോ നമ്മുടെ കുടുംബജീവിതമോ നമ്മുടെ എല്ലാം നമ്മൾ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും തിരിച്ചു പിടിക്കാൻ സാധിക്കുകയില്ല. അത് നമ്മൾ ചിന്തിക്കുക. നമുക്കെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ ചെന്ന് തിരിച്ചു പിടിക്കാനാണ്? നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും നമുക്കൊരു പാഠമായിട്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല, ഇതൊക്കെ എന്ത് പ്രശ്നങ്ങളെന്ന് ചിന്തിക്കാൻ നമ്മൾ മനസ്സ് വെച്ചിട്ടുണ്ടല്ലോ, ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. അതല്ല, ഇതാണ് എൻ്റെ ജീവിതം തകർത്ത് കളയുമെന്ന് ചിന്തിച്ചാൽ നമ്മളെ തകർത്തുകൊണ്ടേ അത് പോവുകയുള്ളൂ. അത് മാത്രം ചിന്തിക്കുക. നമ്മൾ മരിച്ചാൽ നമുക്ക് ആർക്കെന്ത് പറ്റണമെന്ന് ചിന്തിച്ചു നോക്കി. കുറച്ച് ദിവസം അവർ പറഞ്ഞുകൊണ്ട് നടക്കും, അത് കഴിയുമ്പോൾ എല്ലാവരും മറക്കും. നമ്മളോട് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അവർ പോലും നമ്മളെ മറക്കും. പിന്നെ നമ്മളെന്തിനാണ് നമ്മുടെ ജീവിതം കളയണേ? നമുക്കൊരു കൊച്ചു ജീവിതം തന്നേക്കണത് എന്തിനാണ് നമ്മൾ നശിപ്പിച്ച് കളയുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് എന്ത് പ്രശ്നമാണെങ്കിലും, കടമാണോ, നമ്മൾ പലരും വീടില്ല, കടമാണ്, മക്കൾ ഒളിച്ചുകൂടി, ഭർത്താവ് നോക്കണില്ല, ഭാര്യ നോക്കുന്നില്ല, അങ്ങനെയാ ഇങ്ങനെയാ എന്നും പറഞ്ഞ് എല്ലാവരും കിടന്ന് വിലപിച്ചോണ്ട് നടക്കണ കാണാം. ഒത്തിരി പേരുണ്ട് അങ്ങനെ നടക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ എന്ത് കാണിച്ചാലും അത് മറ്റുള്ളവർക്ക് വിജയം ഉണ്ടാവുള്ളൂ. നമ്മൾ ജീവിച്ചിരുന്ന് നമുക്ക് കാണിച്ചു കൊടുക്കുക. നമ്മൾ വിചാരിക്കുക നമ്മൾ ഇനി സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സ്ട്രോങ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾ എപ്പോഴാണോ വീണു പോകാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതം തീർന്നു എന്ന് കൂട്ടിയാൽ മതി. വീഴരുത്. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ വീഴരുത് എന്ന് വിചാരിക്കുക. എത്ര ബാങ്കുകാർ വിളിച്ചാലും, എത്ര കടക്കാർ വന്ന് നമ്മൾ ശല്യപ്പെടുത്തിയാലും, ആരൊക്കെ വന്നാലും ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. അതൊക്കെ ഞാൻ തരാം എന്ന് പറഞ്ഞങ്ങ് വിടുക. നമ്മളെല്ലാണ്ട് പിച്ചി പറിച്ചുകൊണ്ട് പോകാനൊന്നും അവർക്ക് സാധിക്കില്ലല്ലോ. അതുമാത്രം മതി. അതല്ലാണ്ട് നമുക്കുടെ ശരീരത്തെ ബാധിക്കാത്ത ഒരു കേസും നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് ചിന്തിക്കുക. ഈ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ഉത്തരം കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, 10 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ 3 എണ്ണത്തിന് ആൻസർ കിട്ടിയാൽ മതി. ആ 3 എണ്ണത്തിൽ നിന്ന് 1 എണ്ണം എടുത്താൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്നൊക്കെ എപ്പോഴും പറയുന്നതല്ലേ അല്ലേ. അത് മാത്രം മതി. അല്ലാണ്ട് നമ്മൾ ഈ ഓടിച്ചാടിപ്പോയി ഒറ്റ ബുദ്ധി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഒറ്റ ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ അതുകൊണ്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ സാധിക്കില്ലല്ലോ നമുക്ക്. അവിടെ തീർന്നു പോയില്ലേ. നമ്മൾ ആരെയെ തോൽപ്പിക്കുന്നത്? നമ്മളെ തന്നെയല്ലേ തോൽപ്പിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വിജയികളാകണം എന്നല്ലേ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ പിന്നെ നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ആരെയും തോൽപ്പിക്കാൻ പോകണ്ട. നമ്മൾ ജയിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഏതൊക്കെ മാർഗത്തിൽ കൂടി ജയിക്കാൻ ശ്രമിക്കുക എന്ന് ചിന്തിക്കുക. അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ മുന്നേറുക. അല്ലാതെ നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഹോമിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? അതാണ് വേണ്ടത്. നമ്മൾ ഓർത്ത് നമുക്ക് ഇച്ചിരി പണി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, നന്നായിട്ട് ജീവിക്കാം. അത് ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും. കഴിഞ്ഞതിനെ അങ്ങ് വിട്ടേക്കുക. കഴിഞ്ഞായിട്ട് അങ്ങ് പോട്ടെ എന്ന് വയ്ക്കുക. അതിനെ പിന്നെ ചിന്തിക്കാനേ പോരാ. അതിനെ പിന്നെ എടുത്തു വെച്ച് താലോലിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ മുന്നോട്ട് പോകില്ല. ഇന്നലെ നമ്മുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദുഃഖമായിട്ടിരിക്കുന്നത്. അത് നമ്മൾ ചിന്തിക്കുക. അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന കാര്യമാണ് ഇപ്പം നമ്മൾ ദുഃഖമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതിനെ ഉപേക്ഷിക്കാൻ മനസ്സ് വെച്ചാണ്ടല്ലോ നമ്മുടെ ജീവിതം വിജയിച്ചു. നമുക്ക് പലർക്കും പറ്റുന്നത് എന്താണെന്നറിയാമോ? ഈ കഴിഞ്ഞതിനെ മാത്രം നമ്മൾ ചിന്തിക്കും. ഇപ്പം നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നില്ല. കഴിഞ്ഞത് പോട്ടെ, ഇനി നമ്മൾ രക്ഷപ്പെടണം. ഇനി ആരോടെങ്കിലും പൈസ മേടിച്ചോ, അതെനിക്ക് കൊടുക്കാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും വിഷമങ്ങളാണോ, അതെനിക്ക് തീർക്കാൻ പറ്റും. അതൊന്നും എന്നെ ബാധിക്കില്ല, ഇനി എന്നെ ബാധിക്കില്ല എന്ന് ചിന്തിച്ച് നോക്കിക്കേ.
പറയാൻ എളുപ്പമുണ്ടെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു വന്നവർക്ക് ധൈര്യപൂർവ്വം പറഞ്ഞു തരാനും പറ്റും. ഒത്തിരി പ്രശ്നങ്ങൾ ഞാനും അഭിമുഖീകരിച്ച വ്യക്തിയാണ്. ഞാനിപ്പോൾ സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് സാധിക്കാത്ത ഒന്നും ഈ ലോകത്തില്ലാന്നേ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ധൈര്യപൂർവ്വം പറഞ്ഞു തരാൻ പറ്റുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധിയും നമുക്ക് നേരിടാൻ സാധിക്കും. അതിൽ നേരിട്ട് കഴിയുമ്പോഴാണ് നമുക്കൊരു സന്തോഷം, ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ വിജയിക്കുമ്പോഴാണ് നമ്മളൊരു വിജയി എന്നുള്ളൊരവസ്ഥ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അത് മാത്രം നമ്മൾ ചിന്തിക്കുക. നമുക്ക് എന്തും നേരിടാൻ സാധിക്കുന്ന വ്യക്തികളാണ് മനുഷ്യർ എന്ന് പറയുന്നത്. ചിന്തിക്കാത്തതിൻ്റെ കുഴപ്പങ്ങളാണ് നമുക്ക് അധികവും വരുന്നത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നും ഒരു ബാധകമേ അല്ല, ഉറപ്പായ കാര്യമാണ്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല ഒരു പ്രശ്നവും. എപ്പോഴും പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് നടക്കാണ്ടിരിക്കുക. പിന്നെയും നമ്മൾ പോയി അബദ്ധത്തിൽ ചാടാനിട വരും. അധികം സംസാരങ്ങൾ കുറയ്ക്കുക, മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ ഒരു അകലം പാലിക്കുക, നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് പോയി ഇറങ്ങിത്തിരിക്കാതിരിക്കുക, അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാതിരിക്കുക. അതേപോലെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അന്നന്ന് കൃത്യമായി ചെയ്യുക. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ച് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് എന്താണോ നമ്മുടെ ജീവിതത്തിൽ വന്ന പരാജയം അത് മനസ്സിലാക്കി അതിനെ പഠിക്കുക, അതിനെക്കുറിച്ച് അത് ഏതൊക്കെ പരാജയങ്ങളാണെന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് ഇനി അത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ചിന്തിക്കുക. അത് നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് അവസാനം മനസ്സിലാക്കി മനസ്സിനെ പാകപ്പെടുത്തുക. നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന ഒരു കള്ളനാണ്. ഏത് സമയം അതുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ടിരിക്കും, നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ ഓർമ്മകളെ തട്ടിത്തെറിപ്പിച്ച് കളയുക. ഇതൊന്നും എന്നെ പോസിറ്റീവായ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുക. എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുമ്പം നമ്മുടെ പോസിറ്റീവ് കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എവിടെ നെഗറ്റീവിന് കയറാൻ സ്ഥലമുണ്ട്? ഇത് നമ്മളെന്താണെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരന്താനുഭവങ്ങളാണ് നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ ചെയ്തത്, നമ്മുടെ മക്കൾ ചെയ്തത്, നമ്മുടെ മാതാപിതാക്കൾ ചെയ്തത്, നമ്മുടെ അമ്മായിപ്പൻ അമ്മായിമ്മ ചെയ്തത്, ഭർത്താവ്, ഭാര്യ, സുഹൃത്തുക്കൾ, ഇങ്ങനെ നമ്മൾ പലരും ചെയ്തത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ എങ്ങനെ നമ്മൾ ജീവിക്കും? നമ്മുടെ കടബാധ എങ്ങനെ രക്ഷപ്പെടണം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ അന്വേഷിക്കുന്നില്ല. നമ്മൾ ഈ ദുഃഖങ്ങളെ ഇട്ട് ഇങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കുഴപ്പമായത്, നമുക്ക് എന്തൊക്കെ ദുഃഖങ്ങളുണ്ടോ അത് മാത്രമേ നമ്മൾ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. അത് മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് വരുള്ളൂ. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് പോലും സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ടോ? പലരും പ്രാർത്ഥിക്കാൻ പോയിരിക്കും, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പോയിരിക്കും. നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും. അത് നല്ലത് ഒരൊറ്റ എണ്ണം കാണില്ല. എല്ലാം ഈ നെഗറ്റീവുകൾ മാത്രമായിരിക്കും. നമ്മൾ അയ്യോ ഇന്ന് എന്നാ ചെയ്യും, ഇച്ചിരി കഴിയുമ്പോൾ എനിക്കത് ചെയ്യണ്ട, ഇച്ചിരി കഴിയുമ്പോൾ ഇത് ചെയ്യേണ്ട, അയ്യോ അവർ വരുമോ ഇവർ വരുമോ ബാങ്കുകാർ വിളിക്കുമോ, ഈ ചിന്തകളായിരിക്കും. ഭഗവാനോട് പറയുന്നത് നമ്മൾ ഇത് തന്നെയായിരിക്കും. നമ്മുടെ ഈ നെഗറ്റീവ് ചിന്തകളായിരിക്കും നമ്മൾ ഭഗവാനോട് പറയുന്നതും. ചിന്തിച്ച് നോക്ക്, ഭഗവാന് നമ്മുടെ കാര്യങ്ങൾ അറിയാമെങ്കിൽ പിന്നെ എന്ത് ഭഗവാനാണ്? ഈ കോടാനുകൂടി മനുഷ്യരുടെ കാര്യങ്ങൾ അറിയാവുന്നവർ തന്നെയാണ് നമ്മളിത് വിശ്വസിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ കാത്തോളേന്ന് മാത്രം പറയാൻ ഒരു സ്വഭാവം കണ്ടെത്തുക നമ്മളല്ലാണ്ട് ചിലർ പറഞ്ഞു തരും നമുക്ക് കരയുന്ന കൊച്ചിനെ പാലുള്ളൂ എന്നൊക്കെ. നമ്മളങ്ങനെ കരയാനൊന്നും പോകണ്ട. നമ്മളിലേക്ക് സന്തോഷവന്മാരായിട്ടിരിക്കാൻ നമുക്കെല്ലാം തന്നിട്ട് നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്നതാണ് ഓരോ പ്രശ്നങ്ങളും. അത് നമ്മൾ ചിന്തിക്കണം. അല്ലാണ്ട് ദൈവം തന്നൊന്നുമല്ല നമ്മുടെ പ്രശ്നങ്ങൾ. നമ്മൾ ഓരോ പ്രശ്നത്തിൽ ചെന്ന് ചേർന്നിട്ട് നമുക്ക് വേറെ മാർഗ്ഗങ്ങൾ ഭഗവാൻ തരുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതെയാണ് നമ്മൾ പോയി ആത്മഹത്യ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളിലേക്ക് മുമ്പിലേക്ക് വന്ന ഏതാണോ മാർഗം അത് നമ്മൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിവില്ലാതെ പോകുന്നതിലാണ്. അത് നമ്മൾ ചിന്തിച്ചാൽ മതി. അല്ലാണ്ട് ആരും തരാത്തൊന്നുമില്ല. പിന്നെ മറ്റുള്ളവരെ പ്രതീക്ഷിച്ച് നമ്മൾ ജീവിക്കുകയേ ചെയ്യരുത്. അതാരാണെങ്കിൽ പോലും, നമ്മുടെ ഭർത്താവിനെയാണേലും നമ്മുടെ ഭാര്യനെയാണേലും മക്കളെ ആണേലും മാതാപിതാക്കളെ സഹോദര സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള ആർക്കും ആരെയും അങ്ങനെ സഹായിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. അത് മാത്രം നമ്മൾ ചിന്തിച്ചു പോവുക. ഞാൻ ഈ മോട്ടിവേഷൻ പറയുന്ന ആളൊന്നും അല്ല, എങ്കിലും ഞാൻ പറഞ്ഞുതരാം, അനുഭവം കൊണ്ട് പറയാം. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. അതിനെവിടെയാണോ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് അത് കണ്ടെത്തുക. അതിലൂടെ മുന്നേറി നമ്മളെ വിജയത്തിലേക്ക് പോകാൻ ശ്രമിക്കുക. നമ്മൾ പരാജിതരാണെന്നും പറഞ്ഞ് അവിടെ കെട്ടുന്നാൽ നമ്മളിലേക്ക് പരാജയങ്ങൾ മാത്രമേ വരികയുള്ളൂ. നമുക്ക് കുത്തുവാക്ക് കേൾക്കാൻ നിന്നു കൊടുത്താൽ നമ്മളിലേക്ക് അത് മാത്രമേ വരികയുള്ളൂ. അപമാനങ്ങൾ കേൾക്കാൻ നിന്നാൽ അത് മാത്രമേ വരികയുള്ളൂ. നമ്മൾ കടബാധ്യപ്പെട്ടാൽ അത് തന്നെ പിന്നെയും അവിടുന്ന് മറിച്ച് കടങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുകയുള്ളൂ. അപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മളിലേക്ക് സൊല്യൂഷനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുക. ഇത്രയും കഴിഞ്ഞ ദിവസം വരെ ഈ 1 മണിക്കൂർ മുമ്പ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കുന്ന എല്ലാ നെഗറ്റീവുകളും വിടുക. എന്നിട്ട് നമ്മളിപ്പോൾ
പോസിറ്റീവായിട്ട് ഇനി എന്ത് ചെയ്യണം, ഇത് ഏത് മാർഗത്തിൽ കൂടെ പോയാൽ വിജയിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക. അതിലൂടെ പോവുക, അത് കണ്ടുപിടിക്കുക, എന്നിട്ട് വിജയിക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അല്ലാണ്ട് ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുകയോ ഓടി വിട്ടെറിഞ്ഞിട്ട് ഒളിച്ചോടി പോവുകയോ അല്ലെങ്കിൽ എന്നാ പറയണേ എല്ലാവരും ഉപേക്ഷിച്ച് മിണ്ടാതെ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ചിരുന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടെ ഭാവിയും ജീവിതവും ഭൂതവും ഒക്കെ പോകുന്നേ ഉള്ളൂ. നമ്മൾ ഈ നിമിഷം ജീവിച്ച് പോയിക്കൊള്ളുക. കഴിഞ്ഞതിനെയൊക്കെ അങ്ങ് പറ. കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ആരെന്ത് പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ധൈര്യപൂർവ്വം പറയാം. ഓക്കെ, ഞാനത് കേട്ടു എന്ന് പറയാണ്ട് മനസ്സ്. ആരെങ്കിലും നമ്മളോട് പറയാം, നീ അങ്ങനെ ചെയ്തില്ലേ, നീ ഇങ്ങനെ ചെയ്തില്ലേ, നീ അതുപോലെ കാണിച്ചുകൊണ്ടല്ലേ, ഇങ്ങനെയൊക്കെ നമ്മളോട് പറയും. അപ്പം ഓക്കെ, നിങ്ങൾക്ക് സുഖമല്ലേ എന്നങ്ങ് തിരിച്ച് ചോദിച്ചേക്കുക. നിങ്ങൾ സുഖമായിട്ടല്ലേ ഇരിക്കണേ, എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടെന്നുള്ള അർത്ഥം വന്നു അവിടെ. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചേക്കുക. അവിടെ പ്രശ്നത്തിന് പരിഹാരമായി. ഇത്രയൊക്കെ ഉള്ളൂന്നേ. അല്ലാതെ നമ്മൾ വിഷമിച്ചിരിക്കാൻ ശ്രമിക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ കാണുന്ന ഒരൊറ്റയാണോ സങ്കടപ്പെടേണ്ട കാര്യമില്ല. എല്ലാവരും നല്ല പോസിറ്റീവായിട്ടിരിക്കുക. ഒത്തിരി നെഗറ്റീവുകളിലും ഒത്തിരി സങ്കടത്തിലൂടെയും കടന്നു വന്നുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റും, നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും ബാധിക്കുന്ന കേസല്ല. നമ്മൾ പോസിറ്റീവ് ചിന്തിച്ചാൽ പോസിറ്റീവ് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വരികയുള്ളൂ. അത് ഉറപ്പായ കാര്യം. നെഗറ്റീവ് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് വരും. അത് അത്ര എളുപ്പമല്ല പോസിറ്റീവ് ചിന്തിക്കാൻ. അത് കുറച്ച് നാൾ കൊണ്ടേ പറ്റുള്ളൂ. അത്രയും നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ എന്നിട്ട് ചുമ്മാ ഇരിക്കരുത്. പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. പോസിറ്റീവ് ചിന്തിട്ട് അതിൻ്റേതായ വർക്കുകൾ നമ്മൾ കണ്ടെത്തി നമ്മളിലേക്ക് കൊച്ചു കൊച്ചു വരുമാനങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇപ്പം ഒരാൾക്കേ വീട്ടിൽ വരുമാനം ഉള്ളെങ്കിൽ വേറെ ഭാര്യയും കൂടെ ചെയ്യാൻ ശ്രമിക്കുക. മക്കൾക്ക് പ്രായപൂർത്തിയായ മക്കളും ഒരു വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു വരുമാനം കൂടുന്നു, നമ്മൾ രക്ഷപ്പെടുന്നു. പഴയതിനെല്ലാം എടുത്ത് എല്ലാം കൊണ്ടുപോയോ പൊക്കോളാൻ പറയുക. എല്ലാം കൊണ്ടുപോക്കോട്ടെ, ആര് വേണേലും കൊണ്ടുപോക്കോട്ടെ. ഇനി മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുക. നമുക്കൊരു പടുതാ ഷീറ്റ് പിടിച്ചാണെങ്കിൽ നമുക്ക് കിടക്കാൻ സാധിക്കണമെങ്കിൽ അത് മതിയെന്നേ. അവിടെ നമ്മൾ സമാധാനത്തോടെ റേഷനരി ആണെങ്കിലും വെച്ച് തിന്ന് ഒരു 2 കാന്താരിമുളകും പൊട്ടിച്ച് തിന്ന് ജീവിക്കാൻ പറ്റുമെങ്കിൽ അത് ജീവിക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മട്ടൻ ബിരിയാണി തിന്നേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ വരും. അത് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളിൽ നിന്ന് മാറിപ്പോവും. ശരീരത്തിൽ നിന്നല്ല, നമ്മളിൽ നിന്ന് മാറിപ്പോവും. നമ്മുടെ ചിന്താഗതി മാത്രം മാറ്റിയാൽ മതി കേട്ടോ. അതുമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ ചിന്താഗതികൾ മാറ്റാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഞാനിങ്ങനെ മോട്ടിവേഷൻ പറയുന്ന ആളൊന്നുമല്ല. പക്ഷേ നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മൾ പറയണതിന് കുഴപ്പമില്ലല്ലോ, ഇല്ലേ? നമുക്കത് പറയണേന് ഞാനൊരു വീട്ടമ്മ തന്നെയാണ്. ഞാൻ ഓരോ സമയങ്ങളിൽ കൂടെ കടന്നു പോയിട്ടും എപ്പോഴെങ്കിലും സന്തോഷവതിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ചിന്താഗതികൾ ഞാൻ മാറ്റിയപ്പോഴാണ്. പണ്ട് ഞാൻ അടിഞ്ഞു പോകുന്ന അവസ്ഥയിൽ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ്. ഒന്നിനും ഒരു ഉത്സാഹമില്ല, ഒന്നിനും ഇല്ല. ഒരു തരം ഡിപ്രഷൻ. പലരുടെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കും, കാണും, കണ്ടും പോവും, ചെന്നും ചോദിച്ചും ഒക്കെ ഇങ്ങനെ ഇരുന്നു. എന്ത് ചെയ്യും? പിന്നീട് ഞാൻ വിചാരിച്ചു, ഇതും കൊണ്ട് എന്താ നമുക്ക് പ്രയോജനം? പലരുടെ ഉപദേശങ്ങൾ കേട്ടപ്പോൾ ഒരു പോസിറ്റീവ് എനർജി പലപ്പോഴും മനസ്സിലുണ്ടായി. ഓ ശരിയാ, ചുമ്മാ അനങ്ങാണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നിങ്ങനെ ചിന്തിച്ചു. പല കാര്യങ്ങളും ചെയ്തും പല കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും ഒത്തിരി ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു. അപ്പം നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാം എന്ന് മാത്രം. നമ്മളങ്ങനെ കിടന്നിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു തരുന്നതിന് അതെനിക്ക് തോന്നി ഒരു നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. അതുമാത്രം മതി നമുക്ക്. നമ്മൾ കോൺഫിഡൻസോട് കൂടി ഇരിക്കുക. എപ്പോഴും ആർക്കും നമ്മളെ തളർത്താൻ പറ്റരുത്. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് ആരെങ്കിലും പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വരുമ്പോൾ ഓടിപ്പോയി നമ്മൾ ആത്മഹത്യ ചെയ്ത് ഒരു ജീവിതത്തിനും ഒരർത്ഥവും ഇല്ല. നമ്മുടെ നല്ല ജീവിതം നമുക്കിനി വരുന്നത് ചിലപ്പം അടുത്ത വർഷം നമുക്ക് നല്ല സൗഭാഗ്യങ്ങളായിരിക്കും. അത് അനുഭവിക്കാനുള്ള യോഗം ഇല്ലാണ്ട് നമ്മൾ ഈ ലോകത്തുനിന്ന് പോകുന്നത്. നമ്മുടെ ഇങ്ങനെ ഒരു ജന്മം കിട്ടാൻ എത്ര ജന്മങ്ങൾ എടുക്കണം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ജ്ഞാനപ്പാനയിലൊക്കെ പറയുന്നില്ലേ? അപ്പം ഈ ഒരു ജന്മം നമ്മൾ അനുഭവിക്കാതെ പിന്നെ നമ്മൾ എന്തിനു പോകുന്നതാ? ഒന്ന് ഓർത്ത് നോക്കിയാൽ അതനുഭവിച്ച് അതിൻ്റെ സുഖങ്ങളും ചെറിയ ചെറിയ ദുഃഖങ്ങൾ വരുമ്പോൾ അവിടെ കിടന്ന് കരഞ്ഞു വിളിക്കാതെയൊക്കെ മുന്നോട്ട് പോവുക. അത് ആസ്വദിക്കുക. കിട്ടുന്നത് അന്നന്ന് കിട്ടുന്നതിൽ ആസ്വദിച്ച് ജീവിച്ചു നോക്കി കഴിഞ്ഞതിനെയൊക്കെ മറന്നേക്കുക. ഈ നിമിഷം വരെയുള്ളത് മാത്രം, ഇപ്പം തൊട്ടുള്ളത് മാത്രം ഓർത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഞാൻ പോസിറ്റീവായിട്ടൊരു കാര്യം പറയുന്നു. ഇത് നിങ്ങൾ അനുസരിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതം വിജയിക്കും. ഞാനിപ്പോൾ ആ പയ്യൻ്റെ കാര്യം പറഞ്ഞു വന്നതാണ്. പക്ഷേ എനിക്ക് ആ പയ്യനെ കിട്ടുമായിരുന്നു. ഞാൻ ചിലപ്പോൾ ഉപദേശിച്ചാൽ ചിലപ്പം രക്ഷപ്പെട്ടേനെ എന്തൊരു മനസ്സിലാവും. പക്ഷേ ഇവിടെയൊന്നും അല്ല, അവൻ കോയമ്പത്തൂർ പോയാൽ ആത്മഹത്യ ചെയ്ത്. അവിടെയായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ, കോയമ്പത്തൂർ. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.